ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഹൈപ്പും ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടോ. അപ്പോൾ തീരെ വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പനി ജലദോഷമൊക്കെ ആയിട്ട് 2 ദിവസം കിടപ്പിലായിട്ടോ. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി, പനിയൊക്കെ ഇപ്പോൾ കുറവുണ്ട്, മരുന്നൊക്കെ കഴിച്ച് ഒന്ന് ലെവലായി മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാവുകൊണ്ട് കുറേയൊക്കെ ഒരു സമാധാനമായിട്ടും. എന്താ വെച്ചാൽ എല്ലാ ജോലിയും നമ്മൾ ചെയ്യണ്ടേ, മക്കളൊക്കെ ഉള്ള കാരണം അവരുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ വയ്യാതെ ആയാൽ കിടക്കാനൊന്നും പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല. എങ്കിലും ഞാൻ പരമാവധി എണീറ്റ് നടക്കും കേട്ടോ. അങ്ങനെ അടഞ്ഞു കിടക്കൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞാലൊന്ന് കിടക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചൻ്റെ മുന്നൊക്കെ ആകുമ്പോഴത്തേനും പണികളൊക്കെ ഒരുങ്ങിയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിൽ തോണ്ടിയിരിക്കൽ തന്നെയല്ലേ ഫുൾ ടൈം. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ ചായക്ക് കടിയപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ചോറൊക്കെ അവിടെ ഉമ്മ വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്ത് കറി വെക്കും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിൽ കുമ്പളങ്ങ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം അതെടുത്തിട്ട് കട്ട് ചെയ്തതാ കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മോരില്ല. അപ്പോൾ നമ്മൾ മോരില്ലെങ്കിലും മോരുകറി പോലെ ഒരു കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുമ്പളങ്ങയൊക്കെ മുറിച്ച് പച്ചമുളകും മഞ്ഞളൊക്കെ ഇട്ട് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് പിന്നെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നനച്ചുകുളീൻ്റെ തിരക്കിലാവുമല്ലേ. ഞാൻ പ്രത്യേകിച്ചൊന്നും നനച്ചു കുളിക്കാനൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാലൊക്കെ പൊടി തട്ടി കൊട്ടിയൊക്കെ വെച്ചത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ തട്ടിക്കൊട്ടു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിവിടെ ജനലും വാതിലും എല്ലായിടത്തും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ ശരിക്ക് പൊടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി പൊടി തട്ടൽ തന്നെയാണ് എനിക്ക് പണി. പൊടിയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് അലർജിയും തുമ്മലും ഒക്കെ വന്നിരിക്കുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് പനിച്ചതെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല, ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഇതാ ചിരണ്ടി എടുത്ത് അരക്കാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോര് ഇല്ലെങ്കിൽ ഞാൻ കുമ്പളങ്ങ നമ്മൾ മോരും കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മോരൊഴിച്ച കറി പോലെ ഒരു ആ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനാണ്. അപ്പോൾ കൂടുതലൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് തേങ്ങയും അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ജീരകം ഇട്ടു, ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളിൻ്റെ അല്ലിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോരില്ലെങ്കിലും ഇതുപോലെയൊക്കെ മോരും കറി വെക്കാം കേട്ടോ. പിന്നെ പുളിക്കായിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി കുറച്ച് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കുമ്പളങ്ങ കഷ്ണമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുളിയാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, പാകത്തിനുള്ളൊരു പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി ഉപ്പേരി അങ്ങനെയൊന്നുമില്ല, നല്ല ഉണക്കമീനുണ്ട് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഉണക്ക മാന്തൾ. അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല ഉണങ്ങി ഉണക്കമീനെന്ന് പറയാനും പറ്റില്ല, അയക്കും മേലെയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കറീൻ്റെ പരിപാടി അങ്ങോട്ട് തീരട്ടെ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇതാ പുളിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കടുവറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ, മോരും കറി ആ രൂപമായിട്ടുണ്ട്. കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ പൊടിയൊക്കെ ചേർത്ത കാരണം നല്ലൊരു തിക്കൊക്കെ ആയിട്ട് വരും. പിന്നെ ആ പൊടിൻ്റെ ടേസ്റ്റൊന്നും അതിൽ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ മോരില്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെക്കാമെന്ന് കരുതിയെങ്കിൽ മോരില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊരു പൊടി ചേർത്തിട്ടൊന്ന് വെച്ചാൽ മതി കേട്ടോ. ഇത് മലപ്പുറം സ്റ്റൈലിൽ മോര് കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമാണ്. ഞാൻ കുറേ വീഡിയോയിൽ ഞാനിത് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ടാവും. അപ്പോൾ എന്തായാലും കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ലാസ്റ്റ് ഇതാ ഞാൻ ഉണക്കമീനും വൃത്തിയാക്കി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്പി വെച്ചിട്ട് നമുക്കതൊന്ന് തിരുമ്പുക എന്ന് പറഞ്ഞാൽ തിരുമ്പുക എന്നിട്ട് അലക്കലല്ല കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും 2 പച്ചമുളക് ഇട്ടിട്ട് തിരുമ്പി വെക്കുക കേട്ടോ. മുളക് മസാല തേച്ച് വെക്കുക. ഞങ്ങൾ പല ഭാഷയും പറയട്ടോ.
ഞാൻ പറയുന്നത് രണ്ടും മിക്സാട്ടോ, പാലക്കാടും മലപ്പുറം കൂടി മിക്സ് ആക്കിയിട്ടോ പറയുക. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണേ, കളിയാക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതാ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല പറയാൻ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല, കുറച്ച് മുളക് പൊടി മാത്രം കേട്ടോ, മഞ്ഞൾപ്പൊടി ഇടില്ല. ഉണക്കമീൻ പൊരിക്കണേക്ക് ഞാൻ മഞ്ഞൾ ഇടില്ല കേട്ടോ, വെറും മുളക് പൊടി മാത്രം. പിന്നെ പച്ചമുളകാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ ഉണക്കലിന്. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കടുർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും പിന്നെ കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുർത്തെടുത്താൽ നമ്മൾ മോരും കറി റെഡി ആയിട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആയിരുന്നു കേട്ടോ ഒഴിച്ചത്. ഞാൻ ഓയിൽ കഴിഞ്ഞിക്കണ്, അപ്പോൾ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടോ. വെളിച്ചെണ്ണയിൽ ഉണക്കല മീൻ പൊരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു പ്രത്യേകിച്ചൊരു മണവും കൂടി ഉണ്ടാകും. ഞാനധികം ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണൻ്റെ ആ മണം വലിയ ഇഷ്ടമല്ല കേട്ടോ കറിക്കൊന്നും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ നമ്മൾ തൂമിച്ചെടുക്കുമ്പോൾ താളിച്ചെടുക്കുമ്പോൾ രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൂമിക്കാന്ന് കേട്ടോ പറയാം, സോറി. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ പറയുന്ന ഭാഷയാണ് നമുക്ക് പെട്ടെന്ന് വരിക, അല്ലാതെ വരില്ല കേട്ടോ. അതുകൊണ്ടാണ് തൂമിക്കുക, താളിക്കുക അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഇതാ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് 2 കറിവേപ്പില. ആ തണ്ടോട് കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. മോരുകറിയിൽ ഇങ്ങനെ കറിവേപ്പില ഈ തണ്ടോട് കൂടി കാണുന്നതാണല്ലേ ഒരു ഭംഗി, അല്ലാതെ നമ്മളത് പറിച്ചിങ്ങനെ ഊരി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. ഞാൻ ഇങ്ങനെ തണ്ടോട് കൂടി കേട്ടോ ഇട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പച്ചമീൻ വാങ്ങിച്ചതുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലുണ്ട്. നല്ല അയില ചെമ്പാ മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കെന്താ അറിയില്ല, ഉണക്കലിന് ഈ ഒരു മോരും കറിക്ക് ഈ ഒരു ഉണക്കലാണ് കേട്ടോ കോമ്പിനേഷൻ, നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ ഉണ്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. വൈകിട്ട് ഇനി നമുക്ക് ചെമ്പാനൊക്കെ നന്നാക്കി പൊരിക്കുകയോ കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കൽ കഴിക്കാത്തവരും ഉണ്ടല്ലേ, ഇപ്പോൾ ചില വീടുകളിലൊന്നും ഉണക്കൽ ഇഷ്ടമുണ്ടാവില്ല അല്ലേ ചിലവർക്ക്. പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇത്. ഉണക്കലിൻ്റെ ഈ ഒരു മണം കിട്ടിയാൽ തന്നെ ഇത് ഭയങ്കര ഒരു രസമാണ്. അതുപോലെ ഉണക്കൽ മീൻ നമ്മൾ വറ്റിച്ചെടുക്കുമല്ലോ, മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല കുറച്ച് വെള്ളത്തിലിട്ട് വറ്റിക്കണം കേട്ടോ. വറ്റിച്ചെടുത്തിട്ട് അതുകൂടി ചോറ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കട്ടോ. മാങ്ങി ഉണക്കമീൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെയൊക്കെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ, അങ്ങനത്തെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു വലിയ ഹൈലൈറ്റിൽ വലിയ രീതിക്ക് വയ്ക്കുക കഴിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. എന്താണോ ഉള്ളത് അത് ഉണ്ടാക്കും കഴിക്കും, അത്രേ ഉള്ളൂ. ഇന്നത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് സാധിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ നല്ല മോരും കറി മീനും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. പാത്രം പിന്നെ കഴുകാൻ ആളുള്ളത് കൊണ്ട് എനിക്ക് പാത്രം കഴുകാൻ അങ്ങനെ അറിയില്ല കേട്ടോ. ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ, അപ്പോൾ ഉമ്മ ആവണ പാത്രങ്ങൾ അങ്ങനെ കഴുകി വെച്ച് നടക്കും. അപ്പോൾ ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.